உம்மை ஆராதனை செய்கிறோ ஜீவனில் அதிபதியே, உம்மை ஆராதனை செய்கிறோ. ஹல்லேலூயா ஹோசனா, ஹல்லேலூயா ஹோசனா, ஹல்லேலூயா ஹோசனா, ஹல்லேலூயா ஹோசனா. ஓ ஹல்லேலூயா ஹோசனா, ஹல்லேலூயா ஹோசனா. ஓ ஹல்லேலூயா ஹோசனா, ഹല്ലേലൂയ ഹോശാന. പ്രൈസ് ദി ലോർഡ്. 16-ാമത്തെ സങ്കീർത്തനം വായിക്കുന്നു. അതിൻ്റെ 11-ാമത്തെ വാക്യം നമുക്ക് ചേർന്ന് വായിക്കുകയും ചെയ്യാം. Psalm 16 and verses 11. We will read it together. We're going to read it in responsively. ഞാൻ മലയാളത്തിൽ വായിക്കുന്നു. You are free to read in your whatever translation that you have. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കുകയാൽ എന്നെ കാത്തുകൊള്ളണമേ. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ച യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു. എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. അടുത്ത വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ഇന്ന് പകലിൽ നമ്മുടെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല. ഒരു രാജ്യം, ഒരു രാഷ്ട്രം മുഴുവനും, ഒരു സൈന്യം മുഴുവനും നമ്മുടെ കർത്താവിനെ ക്രൂശിച്ച്, ആമേൻ ഹല്ലേലൂയ, പൈശാചിക ശക്തികൾ മുഴുവനും അവനെ ക്രൂശിൽ തറച്ച് എന്നേക്കുമായി അവന്റെ പേരിനെ മായ്ച്ചു കളയുവാൻ, അവനെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചു. എന്നാൽ ഇന്ന് പകലിൽ വിശ്വസിക്കുന്നവർ ആമേൻ പറയണോ, നമ്മുടെ കർത്താവിന്, യഹോവയായ ദൈവത്തിന് നമ്മെ കുറിച്ചുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നത് കൊണ്ട് മാനവരാശിയെ വിടുവിപ്പാൻ നമ്മുടെ കർത്താവ് ഇന്ന് പകലിൽ നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട്, ആമേൻ ഹല്ലേലൂയ, 3-ാം ദിവസം കല്ലറകളെ ഭേദിച്ച് അവൻ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് കൊണ്ട് സന്തോഷമുള്ളവർ ഇന്ന് പകലിൽ ആ കരങ്ങളെ ഒന്ന് ഉയർത്തി ആമേൻ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനെ ദ്രവത്വം കാണാൻ അവൻ സമ്മതിക്കുകയില്ല. ആമേൻ, ആമേൻ. ചില കാര്യങ്ങൾ സമ്മതിക്കയില്ല എന്ന് പറഞ്ഞ് ശത്രു നിന്നെ നോക്കി പറയുമ്പോൾ, ചില കാര്യങ്ങൾ നടക്കുകയില്ല എന്ന് പറഞ്ഞ് ഇന്ന് പകലിൽ ശത്രു നിന്നെ നോക്കി പറയുമ്പോൾ, ചില കാര്യങ്ങളെ അടച്ച് ആമേൻ കല്ലറയ്ക്കകത്ത് ഞാൻ വെക്കുമെന്ന് പിശാച് നിന്നെ നോക്കി പറയുമ്പോൾ, ഇന്ന് പകൽ ഉയർപ്പിന്റെ ആമേൻ ശക്തി വ്യാപരിക്കുന്നവർ ആത്മാവിൽ വിളിച്ചു പറഞ്ഞ് ഇന്ന് പകലിൽ ആമേൻ ഉയർത്തെഴുന്നേറ്റ കർത്താവ് എന്നോട് കൂടെയുള്ളത് കൊണ്ട്, ആമേൻ അവനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നത് കൊണ്ട്, എത്ര പൈശാചിക ശക്തികൾ എനിക്കെതിരെ നിന്നാലോ, എത്ര പൈശാചിക ശക്തികൾ എനിക്കെതിരെ വെല്ലുവിളിച്ചാലോ, ഇന്ന് പകൽ ആത്മാവിൽ പറഞ്ഞാട്ടെ, എന്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് കൊണ്ട് അവനെ ഞാൻ ശരണം പ്രാപിച്ചിരിക്കുന്നത്
വ്യാപരിക്കുന്നത് കൊണ്ട് അവനെ ശരണം പ്രാപിക്കുന്നവർ ആരും ഒരു നാള് ലജ്ജിച്ചു പോകുകയില്ല. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ അല്പനിമിഷം ആത്മാവിൽ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ആ ഉയർപ്പിന്റെ ശക്തി ഇന്ന് പകലിൽ നമ്മൾ വ്യാപരിക്കുന്നത് കൊണ്ട് ആമേൻ, നമ്മുടെ മുൻപിൽ അസാധ്യമായി നിൽക്കുന്നത് എന്റെ കഴിവ് കൊണ്ട് പറ്റത്തില്ല, എന്റെ ബലം കൊണ്ട് പറ്റത്തില്ല. എന്നാൽ ഇന്ന് പകൽ ആത്മാവിൽ വിളിച്ചു പറഞ്ഞ് പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കാതെ 3-ാം ദിവസം അവനെ കല്ലറകളെ ഭേദിപ്പിച്ച് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ അതേ ആത്മാവ് ഇന്ന് പകലിൽ എന്നിൽ വ്യാപരിക്കുന്നത് കൊണ്ട് ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, എല്ലാ നിസ്സഹായ അവസ്ഥകളും മാറട്ടെ, എല്ലാ നിസ്സഹായ ചിന്തകൾ മാറട്ടെ. എന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് പറയുന്നത് ഇന്ന് പകൽ എടുത്തു മാറ്റിയിട്ട് പറ, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. സെരുബാബേലിന്റെ മുന്നിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ സമഭൂമിയായി തീരും. ആമേൻ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ കഴിവിനാലല്ല, എന്റെ ബലത്താലല്ല, എന്നിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ശിംശോന്റെ മേൽ വ്യാപരിച്ച അതേ ആത്മാവ്, ദാവീദിന്റെ മേൽ ആത്മാവിൽ വ്യാപരിച്ച അതേ ആത്മാവ്, കല്ലറയിൽ കിടന്ന യേശു കർത്താവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ് ഇന്ന് പകൽ നിങ്ങൾ വ്യാപരിക്കുക. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ആത്മാവിൽ ഏറ്റെടുത്താൽ നിന്നെ നോക്കി മുന്നോട്ട് വിടാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറയുന്ന, ആമേൻ, നിന്റെ തലമുറയെ നന്മ കാണിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറയുന്ന, നിന്റെ ചർച്ചിന് ഒരു അനുഗ്രഹം ഉണ്ടാകത്തില്ല എന്ന് പറയുന്ന, ആമേൻ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഞാൻ സമ്മതിക്കയില്ലെന്ന് പറയുന്ന പിശാചിനെ നോക്കിയിട്ട് ഇന്ന് പകൽ ആത്മാവിന്റെ ശക്തിയോടെ പറഞ്ഞ്, സൈന്യത്താലല്ല, ശക്തിയാലല്ല, ആമേൻ, അവന്റെ ആത്മാവിനാൽ ഇന്ന് പകലിൽ ഞാൻ എഴുന്നേൽക്കും. ഞാൻ ഹല്ലേലൂയ എല്ലാ നിസ്സഹായ അവസ്ഥകൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ, 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 ആമേൻ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചിലരെ നോക്കി പറയുക, ആമേൻ, സമ്മതിക്കയില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് നീ പരാജയപ്പെട്ട് പുറകോട്ട് പോകണ്ട. ഇന്ന് പകലിൽ നീ പ്രാർത്ഥനയിൽ മുട്ടുമടക്ക. ആമേൻ, അവന്റെ ആത്മാവിനാൽ നീ നിറയ. ആമേൻ, 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 ആമേൻ. പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കാതെ ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് ഇന്ന് പകൽ നമ്മിൽ വ്യാപരിക്കുന്നത് കൊണ്ട് Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിനെ ശരണമാക്കുന്ന പ്രിയപ്പെട്ടവർ, ഇന്ന് പകൽ ധൈര്യത്തോടെ പറയാൻ കഴിയുന്നവർ, ആമേൻ, എൻ്റെ നന്മ എന്ന് പറയുന്നത് എൻ്റെ കർത്താവാണെന്ന്, ആമേൻ, എൻ്റെ ഓഹരി എന്ന് പറയുന്നത് എൻ്റെ കർത്താവാണെന്ന്, എൻ്റെ അവകാശം എന്ന് പറയുന്നത് എൻ്റെ കർത്താവാണെന്ന്, എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ കർത്താവാണെന്ന്, എൻ്റെ ബലം എന്ന് പറയുന്നത് എൻ്റെ കർത്താവാണെന്ന് പറയാൻ കഴിയുന്നവർ ഇന്ന് പകലിൽ, ആമേൻ, കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. യഹോവയിലുള്ള സന്തോഷമാണ് എൻ്റെ ബലം, ആരാധനയിലാണ് എൻ്റെ ബലം, ദൈവത്തിന്റെ വചനമാണ് എൻ്റെ ബലം, അവന്റെ സാന്നിധ്യമാണ് എൻ്റെ ബലം. ഇന്ന് പകലിൽ പറഞ്ഞേ, അവന്റെ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഓ റബാശകാലരാധന രുഡാരമാന ഭാഷമാന ബൗഡരാധന രുഖാലമാന ബൗഡരാധന രുഡമനഗരഗദല ശമാന ബൗഡരാധന രുഡാമന റിമാന ബാറിഖാലദന രുഡാമന റിബാലബ ശമാന ബൗഡരാധന രുഖമനഗരഗദന രുഡമനഗരഗദന
ഭവനത്തിനകത്ത് ആമേൻ ഭയപ്പെട്ട് അടച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ നടുവിൽ ആമേൻ ഭയപ്പെടേണ്ട ആമേൻ ആമേൻ എന്ന് പറഞ്ഞു വെളിപ്പെട്ട ആമേൻ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇന്ന് പകലിൽ ഭവനത്തിനകത്ത് അടച്ചിരിക്കുന്ന ഭയപ്പെട്ടിരിക്കുന്ന ചിലരെ ആമേൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നോക്കിയിട്ട് പറയുക, നീ വെള്ളത്തിൽ കൂടി കടന്നാൽ നീ ഭയപ്പെട്ടു പോകണ്ട, അത് നിന്നെ മുക്കിക്കളയുകയില്ല, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട, നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും ലഭിക്കാതെ ഒരു പടകുമായി, ഒഴിഞ്ഞ പടകുമായി കരയിൽ വന്നിരുന്ന് നിലവിളിച്ചിരിക്കുന്ന അവൻ നിസ്സഹായ അവസ്ഥയിൽ ഇരിക്കുന്ന പത്രോസിനെ കൂട്ടരെ നോക്കിയിട്ട് യഹോവയായ ദൈവം ആമേൻ ആമേൻ ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് അടുക്കൽ ചെന്ന് അവനെ ധൈര്യപ്പെടുത്തിയതുപോലെ ഇന്ന് പകലിൽ ചിലരെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തുകയാണ്. ഓ റബ ലബ ശമാന ബൗഡരാധന. നിന്റെ നിസ്സഹായ അവസ്ഥയെ മാറ്റാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ നിസ്സഹായ അവസ്ഥയെ മാറ്റാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ ഏകാന്തതയെ മാറ്റാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ ബലഹീനതകളെ മാറ്റാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആമേൻ, 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 ആമേൻ. ഇന്ന് പകലിൽ വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുത്ത് ഈ വചനം ഏറ്റെടുത്താട്ടെ. ഇന്ന് പകലിൽ പറഞ്ഞ് ആരും ഞങ്ങളോട് കൂടെയുള്ളെങ്കിലോ ഇന്ന് പകൽ എന്നോട് കൂടെയുള്ള ാധന രുഡരമനഗരഗദല ബരവലബശമനഗരഗദന റീമാനബാരിഖാലദന രുഡമനഗരഗദന റീബാലബശമാന ബൗഡരാധന രുഡാരമന റിഖാനരാധന. ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്ത ആമേൻ ആ വാഗ്ദത്തം, ആമേൻ നിങ്ങളെ കുറിച്ച് ആരും അറിഞ്ഞില്ലെങ്കിലോ ഇന്ന് പകലിൽ നിങ്ങൾ കാത്തിരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. ആമേൻ, ആമേൻ. ശമരിയയിലും യഹൂദിയയിലും ഗലീലയിലും മാത്രമല്ല ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ഇന്ന് പകലിൽ സാക്ഷീകരിപ്പാൻ, അവന്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് നമുക്കൊരു ഭാഗ്യം തന്നല്ലോ. ഇന്ന് പകൽ അതിനായി നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ആമേൻ, ഹല്ലേലൂയ. ആ കരങ്ങളെ ഉയർത്തി ഇന്ന് പകലിൽ ആമേൻ സന്തോഷത്തോടെ ഉയർത്തെഴുന്നേറ്റ കർത്താവിന് ഒരു 3 ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് പകൽ ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ. അങ്ങേ ശരണമാക്കിയിരിക്കുന്നവരാരും ഒരു നാളിൽ ലജ്ജിച്ചു പോകുകയില്ല. നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. ഇന്ന് പകൽ ആത്മാവിന്റെ സന്തോഷത്താൽ ഞങ്ങളെ നിറയ്ക്കണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. ഹല്ലേലൂയ. Thank you Jesus. Thank you Jesus. Thank you Jesus. Thank you Jesus. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ വിശുദ്ധ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ ഉയർപ്പിൻ്റെ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ, കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമുക്ക് ഒരവസരം കൂടെ തന്നല്ലോ. ഹാപ്പി റിസറക്ഷൻ സൺഡേ ടു എവ്രിവൺ. ഗാഡ് ബ്ലെസ് us. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് പകലിൽ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആമേൻ. ജീവന്റെ ആമേൻ ആമേൻ അപ്പമായവൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കോപാഗ്നിയിൽ വെന്തെരിഞ്ഞവനായി നമുക്ക് വേണ്ടി യാഗമായി തീർന്ന് ഇന്ന് പകലിലും ഉയർത്തെഴുന്നേറ്റ നമ്മുടെ നല്ല കർത്താവിന് നമുക്ക് ഇന്ന് പകലിൽ സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ. ആമേൻ. സങ്കീർത്തനത്തിൽ നിന്ന് ഞാൻ അധികം ആമേൻ സംസാരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ആമേൻ ആമേൻ എന്നോട് വ്യക്തമായി സംസാരിച്ചൊരു ഭാഗം ഞാൻ ആമേൻ ആമേൻ ഞാൻ മെഡിറ്റേറ്റ് ചെയ്ത് എഴുതി വെച്ച് ധ്യാനിച്ച ചില ഭാഗങ്ങളുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും ഞാൻ കയറുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആ ഒരൊറ്റ വാക്ക് ഇന്ന് പകലിൽ ഞാൻ ആമേൻ ആമേൻ ഒന്നുകൂടെ ഞാൻ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Psalm 16 verses 10. For you will not abandon my soul to Sheol, nor will you allow your Holy One to undergo decay. Amen. പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കയില്ല. ഇന്ന് പകലിൽ ധൈര്യത്തോടെ ആമേൻ ഹല്ലേലൂയ ചിലരെ നോക്കി ഞാൻ പറയുക ഹല്ലേലൂയ ആമേൻ സമ്മതിക്കാത്ത ചില അവസ്ഥകളിൽ എന്ന് പറഞ്ഞാൽ ആമേൻ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു അനുഗ്രഹം, ഒരു നന്മ അനുഭവിക്കാൻ ഞാൻ നിന്നെ സമ്മതിക്കയില്ല എന്ന പിശാച് നാളുകൾ നോക്കി നമ്മെ
നോക്കി അലറിക്കൊണ്ടിരിക്കുക. ഇന്ന് പകൽ ആത്മാവിൽ ധൈര്യത്തോടെ വിളിച്ചു പറയണോ, ആമേൻ, എൻ്റെ യേശു കർത്താവിനെ, ആമേൻ, അവൻ 3 ദിവസം മാത്രമേ, ആമേൻ, അവനെ കല്ലറയിൽ അടച്ചു വെക്കുവാൻ പിശാചിന് കഴിഞ്ഞുള്ളൂ. എന്നാൽ 3-ാമത്തെ ദിവസം, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, മരണത്തിനെ പിശാചിന്റെ തലയെ തകർത്ത് എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകലിൽ അസാധ്യമെന്ന് തോന്നുന്ന നിസ്സഹായ അവസ്ഥകളുടെ നടുവിൽ എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനുണ്ടെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നവരെ കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. Praise the Lord. I greet everyone in the name of our Lord and Savior Jesus Christ. പ്രത്യേകാൽ ആമേൻ, പ്രിയ ന്യൂയോർക്കിൽ നിന്ന് കടന്നു വന്ന പ്രിയ സാമുവൽ അങ്കിൾ ഫാമിലി, അവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആമേൻ പ്രിയ ചിങ്ങുചാനൽ തങ്കമ്പാബയുടെ 50th ആമേൻ വെഡിങ് ആനിവേഴ്സറിയുടെ താങ്ക്സ് ഗിവിംഗ് പ്രെയർ ആൻഡ് മീറ്റിംഗ് ഇന്നലെ ഉണ്ടായിരുന്നല്ലോ, നമുക്ക് സംബന്ധിപ്പാൻ ഇടയായി തീർന്നു. ആമേൻ, അതിനുശേഷം ഞങ്ങൾ ഡാളസിലേക്ക് കടന്നുപോയി. ഞങ്ങളുടെ യാത്ര ക്ഷേമമായിരുന്നു. ഇന്നലെ വൈകുന്നേരത്തെ മീറ്റിംഗ് അനുഗ്രഹമായി തീർന്നു. പ്രാർത്ഥിച്ച ഏവരോടുമുള്ള നന്ദിയെ പ്രത്യേകാൽ അറിയിക്കുന്നു. രാത്രിയിൽ ആമേൻ ക്ഷേമത്തോടെ മടങ്ങി വരുവാൻ കർത്താവ് ഇടയാക്കി തീർത്തു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രാവശ്യം കൂടെ ആമേൻ ഞാൻ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ ഇന്ന് പകലിൽ ഞാൻ അറിയിക്കുകയാണ്. സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് മുമ്പേ ഞാൻ പോകുന്നതിന് മുൻപേ തന്നെ ആമേൻ പ്രൈസ് ദി ലോർഡ്, കർത്താവിൻ്റെ തിരുമേശം നമ്മുടെ മുൻപിലുണ്ട്. ആ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം I will separate some time for the testimony and we will have English worship and English message at the end. Praise the Lord. I mean, this Psalm 16, I mean, it talks about the resurrection. I mean, it talks about the blessing of the resurrection. I mean, ഞാൻ സങ്കീർത്തനത്തിൽ പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിലും കർത്താവിൻ്റെ തിരുമേശയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി 2 കാര്യങ്ങൾ ഞാൻ മാത്രം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. Praise the Lord. I mean, this Psalms it gives us the blessing of resurrection. Number 1, the resurrection reflects the shelter, the security, that we have in Christ. ക്രിസ്തുവിലുള്ള സംരക്ഷണത്തെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. 1-ാമത്തെ വാക്യത്തിൽ അങ്ങനെ നമ്മൾ കാണുന്നത് Psalm 16 verses 1, അവനെ ദൈവമേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കുകയാൽ എന്നെ കാത്തുകൊള്ളണമേ. ആമേൻ, ആമേൻ. ഒരു വലിയ ആമേൻ കൊടുങ്കാറ്റിൻ്റെ നടുവിൽ ഒരു പടകിനെ ആമേൻ ആ കാറ്റിൽ ആടി ഉലയുന്നതോടൊപ്പം തന്നെ അത് തകർന്നു പോകാതെ അതിനെ നങ്കൂരമിട്ട് ആമേൻ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കുന്നത് പോലെ ആമേൻ ഈ ജീവിതമാകുന്ന ഈ യാത്രയിൽ ആമേൻ നമ്മുടെ ജീവിതത്തിൽ അനേക കാറ്റുകളും തിരമാലകളും കോളുകളും ആഞ്ഞടിക്കുമ്പോഴും ആമേൻ രക്ഷപ്പെടുമെന്നുള്ള ആശ അറ്റുപോകുന്ന നിമിഷങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും ഇന്ന് പകൽ നമുക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, ഞാൻ എൻ്റെ ദൈവത്തെ ശരണമാക്കിയിരിക്കുന്നത് കൊണ്ട് ആമേൻ ഹല്ലേലൂയ, എൻ്റെ കർത്താവ് എന്നെ കാത്തുകൊള്ളും. Proverbs chapter 18 verses 10 അങ്ങനെയാ പറയുന്നത്. സദൃശവാക്യം ആമേൻ 18-ാം അധ്യായം 10-ാമത്തെ വാക്യം, The name of the Lord is a strong tower and the righteous shall run to it and be safe. അല്ലേ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ ധൈര്യത്തോടെ നമുക്ക് പറയാം, ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് എൻ്റെ ഷെൽട്ടർ. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് എൻ്റെ സെക്യൂരിറ്റി. I mean my God, verses 9-8 it says my God, who is the resurrected Christ, he is the rock and my stability. Praise the Lord. എൻ്റെ ബലം, അവൻ എൻ്റെ പാറയാണ്. ആമേൻ, അവനിലാണ് ഞാൻ ബലം കണ്ടെത്തിയിരിക്കുന്നതെന്ന് ഇന്ന് പകൽ നമുക്ക് ധൈര്യത്തോടെ പറയാം. He is the resurrected Christ. He is my rock and my stability. The resurrection also reflects number 2, the inheritance that we have. ആമേൻ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആമേൻ ആണ് നമ്മുടെ അവകാശം. സംഗീതക്കാരൻ അവർ പറയുന്നത് കണ്ടോ, verses 2, I said to the Lord, personally the psalmist is saying, ഞാൻ പറഞ്ഞ യഹോവേ നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. There are a lot of material possessions that we can count on, but a child of God who is find the refuge in a resurrected Christ, who is celebrating the joy and the blessing of the resurrection of our Savior, and he can say, my inheritance is the Lord. എൻ്റെ അവകാശം എന്ന് പറയുന്നത് എൻ്റെ കർത്താവാകുന്നു. ഇന്ന് പകൽ ധൈര്യത്തോടെ നമുക്കൊന്ന് പറയണം, എൻ്റെ കർത്താവ്
കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് കൊണ്ടാ ആമേൻ ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നത് എൻ്റെ അപ്പനമ്മമാര് എനിക്ക് വേണ്ടി ഒരുക്കിയത് കൊണ്ടല്ല, എൻ്റെ കുടുംബത്തിന്റെ പാരമ്പര്യമോ ഹല്ലേലൂയ ആമേൻ ഒരു നന്മയോ ക്വാളിഫിക്കേഷൻസോ ഒന്നുമല്ല ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നെങ്കിൽ, ഈ നന്മകൾ ഞാൻ അനുഭവിക്കുന്നുവെങ്കിൽ അതിലെല്ലാം ഉപരിയായി നിത്യത എന്ന പരമമായ വാഗ്ദത്തം എനിക്ക് വേണ്ടി ഒരുക്കി തന്നത്, എനിക്കത് നേടാനുള്ള അർഹതയോ യോഗ്യതയോ അവകാശമോ ഒന്നുമില്ലാതിരിക്കുമ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നത് കൊണ്ട് ആമേൻ എനിക്കൊരു നിത്യതയുണ്ട്, എനിക്കൊരു അവകാശമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ നമുക്ക് പറയാം, ലോർഡ് യു ആർ മൈ God, and apart from you there is no joy. ആമേൻ നിന്നിലോ നീ ഒഴികെ എനിക്കൊരു നന്മയും. ആമേൻ apart from you there is no goodness. I can do all things through Christ who strengthens me. I told you many times we oftentimes focus on the I can do, but let me tell you, rather you had to focus on through Christ. ക്രിസ്തുവിലൂടെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാ. ഞാൻ സകലത്തിലും മതിയായവൻ എന്നുള്ളതല്ല ഇന്ന് പകലിൽ പറയേണ്ടത്, എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ ഒരു കർത്താവുണ്ടെന്ന് ഇന്ന് പകലിൽ നമുക്ക് പറയാമല്ലോ. ഹല്ലേലൂയ. And also number 3, the resurrection reflects a hope. ഒരു വലിയ പ്രത്യാശ നമുക്ക് നൽകുകയാ. അതാ verses 10 it says ആമേൻ ഹല്ലേലൂയ, പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കാതെ ഉയർത്തെഴുന്നേൽപ്പിച്ചുവെങ്കിൽ ഇന്ന് പകലിൽ ഹല്ലേലൂയ കർത്താവ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മോട് കൂടെയുണ്ടെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഇന്ന് പകൽ ധൈര്യത്തോടെ നമുക്ക് ഒന്ന് പറയണോ, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കർത്താവുണ്ട്, എനിക്ക് ഷെൽട്ടറായിട്ട് നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കോളേജുകളിലല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നതല്ലേ, നാം വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നതല്ലേ. കഴിഞ്ഞ രാത്രിയിൽ എന്നോട് പലരും പറഞ്ഞു, ഫാസ്റ്റർ ഒട്ടും സേഫ് അല്ല, ഇതൊക്കെ ഇനി ക്യാൻസൽ ചെയ്യണമെന്ന്. ആമേൻ എനിക്കും അറിയാം ഒട്ടും സേഫ് അല്ലെന്ന്. പക്ഷേ നമ്മുടെ കർത്താവ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കൊണ്ടാ, നമ്മുടെ കരത്തിന്റെ ബലമല്ല. ഇന്ന് പകലിൽ പറയണം, ലോർഡ് ഐ ഫൈൻഡ് റെഫ്യൂജ് ഇൻ യു. ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കുകയാ. ഹല്ലേലൂയ. എന്നോടുള്ള സ്നേഹം കൊണ്ട് അവർ പറയുന്നത് കേട്ടോ, രാത്രിയിൽ ഇങ്ങനെ യാത്ര ചെയ്യരുതെന്ന്. പക്ഷേ ഇന്ന് പകൽ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ചില നാൾക്ക് മുമ്പ് ഡ്രൈവ് ചെയ്ത് വന്നപ്പോൾ എൻ്റെ പേരൻസിനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഉറങ്ങിപ്പോയി അല്പം അടുത്തുള്ള വണ്ടിയുടെ ആ മിററിൽ ചെന്ന് തട്ടി. മിററിലാണെന്ന് തോന്നുന്നു, പക്ഷെ ഒരു ആക്സിഡന്റ് ഒന്നും പറ്റാതെ വേണോ കർത്താവ് പ്രൊട്ടക്ട് ചെയ്തു. ഇന്ന് പകൽ നമുക്ക് പറയാം, ഉയർത്തെഴുന്നേറ്റ കർത്താവ് എന്നോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ തലമുറകളെ അവൻ പ്രൊട്ടക്ട് ചെയ്യോ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ പാർട്ട്നേഴ്സിനെ അവൻ പ്രൊട്ടക്ട് ചെയ്യോ. എവിടെയായിരുന്നാലോ ആമേൻ ഹല്ലേലൂയ പിശാചിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ, ആമേൻ ദുഷ്ടന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ, തകർത്തു കളയാതെ നമ്മെ നിലനിർത്തുന്ന ഒരു നസ്രനായ യേശു ഉണ്ടെന്ന്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഉണ്ടെന്ന് ഇന്ന് പകൽ ധൈര്യത്തോടെ നമുക്ക് പറയാം. ഇന്ന് പകൽ ഒന്നുകൂടെ പറയണം, ആമേൻ ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് എൻ്റെ അവകാശം. ഈ ലോകത്തിൽ നാം എന്ത് നേടിയാലോ അതൊന്നും നമ്മുടെ ഇൻഹെറിറ്റൻസ് ആകത്തില്ല, അതൊന്നും നിലനിൽക്കുന്നതല്ല. മെറ്റീരിയൽ പൊസഷൻസ് എല്ലാം മാറിപ്പോകും. എന്നാൽ ഇന്ന് പകൽ പറയണോ, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് കൊണ്ട് എനിക്കൊരു അവകാശമുണ്ട്. അത് അഴിഞ്ഞു പോകുന്ന ഈ ഭൂമിയിലല്ല, കൈപ്പണിയല്ലാതെ നിത്യമായ ഒരു വാസം എനിക്കുള്ളത് കൊണ്ട്, ഒരു ഭവനം എനിക്കുള്ളത് കൊണ്ട്, അവൻ എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് കൊണ്ട് എനിക്കൊരു അവകാശമുണ്ട്. 3 പറയണോ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഹല്ലേലൂയ എന്നോട് കൂടെയുള്ളത് കൊണ്ട് എനിക്കൊരു പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ, എനിക്കൊരു പ്രത്യാശയുണ്ട്. അധൈര്യപ്പെട്ടു പോകണ്ട, ആമേൻ തളർന്നിരിക്കണ്ട, നാളെക്കുറിച്ച് നാളെ ഓർത്ത് നീ കലങ്ങണ്ട, എന്തായി തീരുമെന്ന് നീ വിചാരപ്പെടണ്ട. കാക്കകളെ നോക്കുവീൻ, അവർക്ക് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, എന്നാൽ അവയ്ക്ക് ഒന്നിനു പോലും കുറവ് വരുത്താതെ വേണം. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം ഒരുക്കുന്ന ഒരു സർവശക്തനായ കർത്താവ് എന്നോട് കൂടെയുണ്ട്. അവനാണ് എൻ്റെ പ്രത്യാശ എന്ന് പറയുന്നവർ ഇന്ന് പകല വലങ്കരങ്ങളൊന്ന് ഉയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ, അവനാണ് എൻ്റെ അവകാശം, അവനാണ് എൻ്റെ പ്രത്യാശ. അതുകൊണ്ട് എന്തെല്ലാം വന്നാലും ധൈര്യത്തോടെ ഈ ഉയർപ്പിന്റെ പ്രഭാതത്തിൽ നമുക്ക് ധൈര്യത്തോടെ പറയാം, എന്തെല്ലാം വന്നാലും കർത്താവിൻ്റെ പിന്നാലെ സന്തോഷത്തോടെ ഞാൻ യാത്ര ചെയ്യും. എന്തെല്ലാം വന്നാലും കർത്താവിൻ്റെ പിന്നാലെ, whatever happens, whatever the terrain might be, whatever the circumstances might be, whatever the weather condition might be, I will still follow
the Lord, because the resurrected Christ, He is my safety, He is my shelter, He is my inheritance, and He is my eternal hope. May I request Wesley to come forward, and he will read from 1 Corinthians chapter 11 verses 23 onwards. Hallelujah. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 11-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ. വെസ്ലി വിൽ റീഡ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ തിരുമേശ ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് അവൻ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. ഇന്ന് പകൽ നാം ഈ അനുഭവിക്കുന്ന ആത്മീക നന്മകളുടെ എല്ലാത്തിൻ്റെയും കാരണം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചതുകൊണ്ട്, അവൻ എൻ്റെ പാപങ്ങളെ വഹിച്ചതുകൊണ്ട്, അവൻ എനിക്ക് വേണ്ടി കഷ്ടതകൾ സഹിച്ചതുകൊണ്ട്. ഇന്ന് പകലിൽ ഒരു നിമിഷം നമുക്കൊന്ന് ധ്യാനിക്കാം, ഒന്ന് സ്തോത്രം ചെയ്യാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. As Wesley will read from 1 Corinthians chapter 11 verses 23 onwards. May I request our dear Shaji brother to come forward. For I received from the Lord what I also passed on to you. On the night when he was betrayed, the Lord Jesus took bread, and when he had given thanks, broke it and said, "This is my body which is for you. Do this in remembrance of me." In the same way, he took the cup after supper and said, "This cup is the new covenant in my blood. Do this as often as you drink it in remembrance of me. For as often as you eat this bread and drink this cup, you proclaim the Lord's death until he comes. So then, whoever eats the bread or drinks the cup of the Lord in an unworthy manner will be guilty of sin against the body and blood of the Lord. Let a person examine himself in this way. Let him eat the bread and drink from the cup. For whoever eats and drinks without recognizing the body eats and drinks judgment on himself. This is why many are sick and ill among you, and many have fallen asleep. If we were properly judging ourselves, we would not be judged. But when we are judged by the Lord, we are disciplined, so that we may not be condemned with the world. Hallelujah. Thank you, Wesley. Praise the Lord. ഇന്ന് പകലിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കാൻ നമുക്ക് ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. ഹല്ലേലൂയ. ആമേൻ. നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ട ഒരു പകൽക്കാലമാണ്. കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നു. അവൻ്റെ ശരീരം നമുക്ക് വേണ്ടി തകർത്തു. അവൻ്റെ രക്തം നമുക്ക് വേണ്ടി ഒഴുക്കി തന്നു. ആമേൻ. അവൻ്റെ രക്തം മൂലമാണ് ഇന്ന് പകലിൽ നാം ജീവിക്കുന്നത്. ആമേൻ. ഏദൻ തോട്ടത്തിൽ വെച്ച് അനുസരണക്കേടിനാൽ ആദാമും ഹവ്വയും ആദ്യ മാതാപിതാക്കൾ ദൈവ തേജസ് നഷ്ടപ്പെട്ടു. അവർ മരിച്ചു. അവർ ആത്മാവിൻ്റെ മരണം അവരിൽ ഉണ്ടായി. എന്നാൽ കാൽവറിയിൽ ആമേൻ ഹല്ലേലൂയ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന യേശു കർത്താവ് ആമേൻ മുഖാന്തിരം നമുക്ക് ആത്മാവിൽ ഒരു ജീവനുണ്ട്. ഹല്ലേലൂയ. ആമേൻ. എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഇന്ന് പകൽ ഈ വലിയ ആത്മീക സന്തോഷത്തിലേക്ക്, ഈ ഭാഗ്യ പദവിയിലേക്ക് കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ചു. ഈ കർത്താവിൻ്റെ തിരുമേശയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ, before we enter into the Lord's Supper, before we partake from the Lord's Supper, we got to remember some things. We got to remember who we were. നമ്മൾ ആരായിരുന്നു എന്ന് ഇന്ന് പകലിൽ നാം ചിന്തിക്കണം. വചനം പറയുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും നാം മരിച്ചവരായിരുന്നു. ഹല്ലേലൂയ. What is our present condition? ഹല്ലേലൂയ. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നാം ചിന്തിക്കണം. ആമേൻ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ ആമേൻ എൻ്റെ കർത്താവ് അവൻ്റെ ജീവനാൽ, അവൻ്റെ മരണത്താൽ, അവൻ്റെ ശരീരത്താൽ ഒഴുക്കി തന്ന അവൻ്റെ രക്തത്താൽ അവൻ നമ്മെ ജീവിപ്പിച്ചു. കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കരുണ കാണിച്ചു. ഇന്ന് പകൽ ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു. എൻ്റെ പാപങ്ങളെ അവൻ വഹിച്ചു. He carried my burden of sin this morning. ആമേൻ. ഇന്ന് പകൽ നമുക്ക് പ്രാർത്ഥിക്കാൻ, കർത്താവേ ആമേൻ ആമേൻ അങ്ങയുടെ സന്നിധിയിൽ വരുമ്പോൾ അങ്ങ് ഞങ്ങളെ സ്വതന്ത്രമാക്കിയത് കൊണ്ട് ഇനി മുതൽ നീ പാപം വഹിച്ചുകൊണ്ട് നടക്കണ്ട, ഞാൻ നിന്നെ സ്വതന്ത്രമാക്കിയിരിക്കുന്നു. He carried the cross. He carried the burden of the sin.
And we got to remember another thing. Number 3, amen, hallelujah. He has gave what will be our future condition. Amen, നമ്മുടെ നാളത്തെ അവസ്ഥ എന്താണ്? നാം ആരായി തീരേണ്ടവരാണ്? ഇന്ന് പകലിൽ ആമേൻ കർത്താവ് പറയുക, ആമേൻ ഹല്ലേലൂയ, ഞാൻ മടങ്ങി വരുമോ? ആമേൻ ഹല്ലേലൂയ, എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. ആമേൻ ഹല്ലേലൂയ, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തും. അവന്റെ വരവ് വരെയും ഇത് പ്രസ്താവിപ്പീൻ. We are proclaiming these 3 things. We were sinners, but Christ died for us. ഇന്ന് പകലിൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്? നന്ദിയുള്ള ഹൃദയത്തോടെ ഒരു നിമിഷം ഒന്ന് സ്തോത്രം ചെയ്യാമോ? എല്ലാ ഹൃദയങ്ങളും കർത്താവിങ്കിലേക്കൊന്ന് ഉയരട്ടെ. എല്ലാ ഹൃദയങ്ങളും കർത്താവിങ്കിലേക്കൊന്ന് ഉയരട്ടെ. എനിക്കും നിനക്കും വേണ്ടി, ആമേൻ പറഞ്ഞ്, എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് മരിച്ചു. എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് മരിച്ചു. അവൻ്റെ ശരീരത്തെ ഹല്ലേലൂയ 140 അടികൾ അടിച്ചു. ആമേൻ അവൻ്റെ മുഖത്തിലെ രോമം അവർ പിച്ചി പറിച്ചു. അവൻ്റെ തലയിൽ അവർ ആമേൻ മുൾക്കിരീടം വെച്ച് അവൻ്റെ തലയിൽ അവർ ആഞ്ഞടിച്ചു. അവൻ്റെ കന്നത്ത് അവർ ആഞ്ഞടിച്ചു. അവൻ്റെ മുഖത്ത് അവർ തുപ്പി. ആമേൻ എന്നിട്ടും ഹല്ലേലൂയ രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായ തുറക്കാതിരുന്നു. ഇന്ന് പകലിൽ ഒന്ന് പറഞ്ഞ, കർത്താവേ, എനിക്ക് വേണ്ടി സഹിച്ചത് കൊണ്ട്, എനിക്ക് വേണ്ടി ആ വേദന സഹിച്ചത് കൊണ്ട് ഇന്ന് പകലിൽ ഞാൻ നന്ദി പറയുന്നു. എത്ര പേർക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുവാൻ കഴിയും? ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ. ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ. ക്രൂശിൻ കാണുന്ന ദാരി പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. എൻ്റെ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രിയ കർത്താവേ, ഇന്ന് പകലിൽ ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ നിത്യമായ സ്നേഹത്തിലേക്ക് ഞങ്ങൾ ഓടി അടുത്തു വരുന്നു. വചനം വായിച്ചപ്പോൾ നെഹമ്യാവിന് തൻ്റെ ജനത്തിനു ആമേൻ ഹല്ലേലൂയ വലിയ പാപബോധമുണ്ടായി. ആമേൻ കർത്താവ് അവരുടെ പാപങ്ങളെ ക്ഷമിച്ചു തരുന്നു എന്ന ആ വലിയ സന്തോഷം വന്നപ്പോൾ അവർ കർത്താവിനെ ആമേൻ വിശ്വസിച്ച് അനുസരിച്ചതുപോലെ ഇന്ന് പകലിൽ ഞങ്ങളും അടുത്തു വരുന്നു. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളെ വഹിച്ച് ഞങ്ങളുടെ പാപങ്ങളെ ചുമന്നൊഴിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ വളരെ പ്രാർത്ഥനയോടുകൂടെ ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ കടന്നു വരട്ടെ. കർത്താവേ, ആമേൻ, ഈ അപ്പത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇതിനെ ആമേൻ കരങ്ങളിൽ ഏറ്റ് ഇതിനെ വാഴ്ത്തി നുറുക്കി ഞങ്ങൾക്ക് നൽകുമാറാകണമേ. ഇത് ഭക്ഷിക്കുമ്പോൾ അങ്ങയുടെ ശരീരം ഞങ്ങൾക്ക് വേണ്ടി തകർത്തത് ഒന്ന് ധ്യാനിപ്പാൻ. ഹല്ലേലൂയ. Your body which has broken for us, Lord, for our eternity, for our salvation, for our joy, hallelujah, for our happiness, for our peace. Amen. Your body which is broken for us, Father. When we eat from it, God, help us to remember it. Help us to remember our past. Help us to remember our present. Help us to rejoice in our future eternity, Lord. Hallelujah. And thank you, Father, for blessing this bread. In Jesus' name I pray. For I received from the Lord what I also passed on to you. The Lord Jesus, on the night when he has betrayed, he took the bread. And when he had given thanks, he broke it. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി. സ്തോത്രം, 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 സ്തോത്രം. And he broke it and said, "This is my body,
which is for you. Do this in remembrance of me. നാം നുറുക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? ആകയാൽ നമ്മുടെ ആത്മാവിൻ്റെയും പ്രാണന്റെയും വീണ്ടെടുപ്പിനായി കാൽവറിയിൽ നമുക്കായി തകർക്കപ്പെട്ട ദൈവകുഞ്ഞാടിൻ്റെ ശരീരത്തെ ധ്യാനിച്ചുകൊണ്ട് വാങ്ങി ഭക്ഷിക്കുവീൻ. അപ്പം നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ നിങ്ങൾക്ക് അപ്പം ഇതിൽ നിന്ന് നുറുക്കിയെടുക്കാം. നമ്മൾ അവസാനം ഒരുമിച്ച് ദൈവസഭയായി ഒരുമിച്ച് നമ്മൾ ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്നതായിരിക്കും. ആമേൻ. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും ഇതിൽ നിന്ന് ഭാഗവാക്കാക്കുവാൻ കഴിയും. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. Sing a song. It's so good.